ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ ജൂലൈ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നിരിക്കുന്നു. ഈശോയുടെ വലിയ അനുഗ്രഹത്തിൽ ഈ മാസം നമ്മൾ പൂർത്തിയാക്കാൻ പോവാണ്. നാളെ ജൂലൈ 29 മൂന്ന് സഹോദരങ്ങളുടെ ഈശോയുടെ പ്രിയപ്പെട്ട സൗഹൃദത്തിൻ്റെ ഒരു ഫീസ്റ്റ് ഡേ ആണ്. ബഥാനിയയിലെ പ്രിയപ്പെട്ടവർ ലാസർ, സഹോദരങ്ങളായ മർത്തായും മറിയും ഇവരുടെ വലിയ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നാളെ ജൂലൈ 29. നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ഹോംവർക്ക് ചെയ്യാനുണ്ട്. പറയാൻ പോകുന്ന ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം അത് മുഴുവനായിട്ടൊന്ന് വായിക്കണം കേട്ടോ. ഈശോ ചെയ്ത ഏറ്റവും മഹത്തായ അത്ഭുതങ്ങളിൽ ഒന്ന്, പ്രത്യേകിച്ച് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ എൻഡിൽ ചെയ്ത ഏറ്റവും പവർഫുള്ളായ അടയാളങ്ങളിലൊന്നാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. ആ വചനഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കണം. പ്രത്യേകിച്ച് നാളെ ഈ ഫീസ്റ്റ് ഡേ ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുക. എന്താണെന്നറിയോ? ലാസർ രോഗബാധിതനായല്ലേ, ആൻഡ് അതവിടെ തീർന്നില്ല. രോഗബാധിതനായി ലാസർ മരിക്കുകയും കൂടെ ചെയ്തു. ഈ ലാസറിനെ കുറിച്ചും മർത്തായും മറിയത്തെക്കുറിച്ചും ബൈബിളിൽ പറയുന്നത് കണ്ടിട്ടില്ലേ? ഈശോ അവരെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു. അതും ഈശോയുടെ ഏറ്റവും വലിയ പീഡാസഹനത്തിന്റെ ആ സമയങ്ങൾ, ആ വീക്കിലൊക്കെ ഈശോ ബഥാനിയയിൽ പോയി താമസിക്കുന്നതിനെ കുറിച്ചുള്ള വായനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈശോ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. അത്രയും ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു വീടായിരുന്നത്. ആ സഹോദരങ്ങൾ ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ലാസർ രോഗിയാന്ന് അറിഞ്ഞ സമയത്ത് ഈശോ ഇത് അറിയിക്കാൻ വേണ്ടി ചേച്ചിമാര്, സഹോദരിമാര് ഈശോയുടെ അടുത്ത് പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? കൂട്ടുകാരൊക്കെ വിടുന്നത് എങ്ങനെയാ? നീ സ്നേഹിച്ചിരുന്ന ലാസർ രോഗബാധിതനായി. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. ഏത് ലാസറാ? അതിലെ കൂടെ പോയ ലാസറല്ല, അവിടെ ഇരുന്ന ലാസറല്ല. ഈശോയെ, നീ സ്നേഹിച്ചിരുന്ന ലാസർ രോഗബാധിതനായിരിക്കുന്നു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈശോ ഒന്ന് ഇടപെടണം. കാരണം വഴി പോകുന്നവരെല്ലാം സൗഖ്യപ്പെടുത്തുന്ന ഈശോ ശതാധിപന്റെ പ്രത്യേക വീട്ടിൽ പോലും പോകാതെ ഭയങ്കര പവർഫുൾ ആയ രീതിയിലൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈശോ ഈ ലാസറിനെ പെട്ടെന്ന് വന്ന് സൗഖ്യപ്പെടുത്തണം. കാരണം ആരാണ് ലാസർ? ഈശോ സ്നേഹിച്ചിരുന്നതാണ്, ഈശോയെ സ്നേഹിച്ച ആളാണ്. പക്ഷെ എന്താ ചെയ്തേ? ഈശോ അനങ്ങി പോലും ഇല്ല. 2 ദിവസം കഴിഞ്ഞു, ഇതാ മരണപ്പെട്ടു. എന്നിട്ടും ഈശോ പോകുന്നില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ലാസർ സംസ്കരിക്കപ്പെട്ട്, കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈശോ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് 2 പാഠങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഈശോ സ്നേഹിച്ച ആൾക്കും സഹനങ്ങൾ ഉണ്ടായി അല്ലേ? ഈശോയെ ഒത്തിരി അധികം സ്നേഹിച്ച കുടുംബത്തിലും വിഷമങ്ങളുണ്ടായി, രോഗങ്ങളുണ്ടായി, മരണമൊക്കെ ഉണ്ടായി. നോക്ക്, നമ്മളിപ്പോൾ ആഗ്രഹിക്കും, ഈശോയെ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, ഇത്രയും വചനമൊക്കെ വായിക്കുന്നില്ലേ, പള്ളിയിൽ പോകുന്നില്ലേ, എന്തോരം ശുശ്രൂഷകൾ ഞാൻ പങ്കെടുക്കുന്നു, ഞാൻ ഈശോയെ എന്തോരം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സങ്കടമൊക്കെ വന്നത്, ഞാൻ എന്തുകൊണ്ടാണ് തോറ്റുപോയത്, എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചേ? നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ വെളിച്ചം ഈ സുവിശേഷത്തിൽ കാണുകയാണ്. യോഹന്നാൻ 11 ഈശോയെ സ്നേഹിച്ചവർക്കും സഹനം ഉണ്ടായി, രോഗം ഉണ്ടായി, മരണം ഉണ്ടായി. ഈശോ പ്രാർത്ഥന കേൾക്കാൻ വൈകി, ഈശോ അനങ്ങി പോലുമില്ല. എന്നിട്ടോ സങ്കടത്തിന്റെ അവസാനം 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്നാത്തിനാ കർത്താവെ വരുന്നതെന്നൊക്കെ ചോദിക്കേണ്ട രീതിയിലാണ്. അത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. പണ്ട് നിങ്ങളോട് ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഡിലേ ഈസ് നോട്ട് ഡിനയൽ. താമസിച്ചു എന്ന് വെച്ചാൽ തിരസ്കരിച്ചു എന്നല്ല അർത്ഥം. ചോദിച്ച സമയത്തൊന്നും ഈശോ വന്നില്ല, ആഗ്രഹിച്ച സമയത്തൊന്നും ചിലപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഓൾവേസ് റിമെമ്പർ, ഡിലേ ഈസ് നോട്ട് ഡിനയൽ. അവൻ താമസിച്ചു എന്ന് വെച്ചാൽ അവൻ നിന്നെ തിരസ്കരിച്ചു എന്നല്ല അർത്ഥം. ഈശോ തന്നെ പറയുന്നില്ലേ, ഇത് രോഗത്തിലോ മരണത്തിലോ ഒന്നും അവസാനിക്കാനുള്ളതല്ല. ദിസ് വിൽ ടേൺ ഔട്ട് ടു ബി ഗ്ലോറി. ഇതൊരു മഹത്വത്തിൽ കൊണ്ടെത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണേലും കടന്നു പോകുന്ന എന്ത് സിറ്റുവേഷൻ ആവട്ടെ, ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, അത് നമ്മുടെ ടെൻഷൻസ് ആയിരിക്കാം, നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രശ്നങ്ങളായിരിക്കാം, കടന്നു പോകുന്ന ചില വിഷമങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉറക്കക്കുറവായിരിക്കാം, ടെൻഷൻ, ആകുലതയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മരണതുല്യമായ സഹനങ്ങളുടെ സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. അത്ര കീറി മുറിക്കപ്പെട്ട ഒരു ഹൃദയവുമായിട്ടൊക്കെ ആയിരിക്കാം ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണത്: നിങ്ങൾ എന്തിനായിരുന്നു അയാളെ സ്നേഹിച്ചതെന്ന്. ഈ സിറ്റുവേഷനിൽ ഇത് ചേരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിങ്ങനെയാ വായിച്ച്. നിങ്ങൾ എന്തിനാ അയാളെ സ്നേഹിച്ചത്? കുറച്ചു നേരം കൊതിപ്പിക്കാനോ, കുറച്ചു നേരം മോഹം കൊടുക്കാനോ, കുറച്ചു നേരം നിങ്ങളുടെ സമയം കളയാനോ, കുറച്ചു നേരം അയാളെ പാവയായിട്ട് ഒരു കളിക്കോപ്പായിട്ട് കാണാനോ? നിങ്ങൾ എന്തിനാ അയാളെ സ്നേഹിച്ചത്? സ്നേഹിച്ച് എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു? ഇതൊരു ഉറപ്പില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ അത്ര വലിയ പ്രോമിസുകൾ കൊടുത്തത്? നിങ്ങൾ എന്നും കൂടെ നിൽക്കിയാലെന്ന് നിങ്ങളുടെ മനസ്സിന് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അയാൾക്ക് വ്യർത്ഥമായിട്ടൊരു സ്വപ്നം കൊടുത്തത്? നിങ്ങൾ ഇന്ന് പോവുകയാണ്, നിങ്ങൾ പറ്റിച്ചു, നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റുകൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം പൂർത്തിയായി. നിങ്ങൾ അയാളെ ഒറ്റക്കിട്ടിട്ട് പോവാണ്. എന്തിനാ നിങ്ങൾ അയാളെ സ്നേഹിച്ചേ? നിങ്ങൾ പൊക്കോ. പക്ഷെ നിങ്ങൾ കൊടുത്ത ആ മുറിവ് എത്ര വലുതാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ മുറിയും. ഒരിക്കലും സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത,
ഒരിക്കലും റിപ്പയർ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനും പറ്റാത്ത രീതിയിൽ ഒരു മുറിവ് നിങ്ങൾ കൊടുത്തിട്ട് പോകാനായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്നേഹിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെങ്ങനെ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുക നിങ്ങളിൽ ചിലപ്പോൾ ആർക്കും ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ പേഴ്സൺ, നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവും, ഈശോയെ ഇപ്പോഴെങ്കിലും ഇടപെടാൻ പാടില്ലേ? ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് എൻ്റെ കാര്യത്തിൽ ഒന്ന് ഒരു 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 ചെറുവിരലിൻ്റെ അനക്കം കാണിക്കാൻ പാടില്ലേ? എന്തിനാ ഇത്രയും ഞാൻ സങ്കടപ്പെടാൻ നീ എന്തിനാ അനുവദിക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ച് ചങ്ക് വാടി കരഞ്ഞു പോയിട്ടുണ്ടാകാം. കർത്താവ് എന്താ ഇടപെടാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഈശോ എന്ത് രാത്രിയിൽ ഈ സമയത്ത് ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഏത് സമയത്താണെങ്കിലും കുഞ്ഞെ, നിന്നോട് ഈശോയ്ക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് രോഗത്തിലോ മരണത്തിലോ ഒന്നും അവസാനിക്കാനുള്ളതല്ല. ആ സങ്കടത്തിൽ, ആ മുറിവിൽ നീ രോഗിയായി തീർന്നിട്ടുണ്ട്. മരണം പോലെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ ജീവനില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോഴും ഈശോയുടെ കുഞ്ഞിനോട് ഈശോയ്ക്ക് പറയാനുള്ളതേ ഉള്ളൂ, ഇത് മഹത്വത്തിലേ അവസാനിക്കുകയുള്ളൂ. കാരണം നീ പ്രത്യാശ അർപ്പിച്ചത് ഈശോയിലല്ലേ. അയാൾ പോയി, അവർ സങ്കടപ്പെടുത്തി, അവരിട്ടേച്ചു പോയി, അവർ കീറി മുറിച്ച് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് നിന്റെ നെഞ്ചിൽ ആഴത്തിൽ പതിപ്പിച്ച് അവർ മാറി നിന്നു. ഒന്നും അറിയുന്നില്ല അവർ. പക്ഷെ എല്ലാം അറിഞ്ഞ ഈശോ, ഈ മുറിവുകളെ കണ്ടവൻ, ആ മുറിവുണക്കാൻ പറ്റുന്ന ഈശോ നിന്നോട് പറയാണ്, ഇത് മഹത്വത്തിലേ അവസാനിക്കുകയുള്ളൂ. മർത്തായിക്കും മറിയത്തിനൊന്നും ഒറ്റ മൊമെന്റിൽ ഇത് പെട്ടെന്ന് പിടികിട്ടില്ല. മർത്തായി മറിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നല്ലോ. ഈശോ ഇത്ര സ്നേഹിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഹനം നീ അനുവദിച്ചെന്നൊക്കെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾക്കുള്ളിൽ ഈശോ നിന്റെ കൂടെ നിന്ന് കണ്ണീര് വാർക്കുന്നത് കണ്ട്, നിന്റെ ഈ സങ്കടത്തിൻ്റെ കല്ലറയിൽ നിന്ന് നിന്നോട് പുറത്തു വരാൻ പറഞ്ഞ്, നിന്റെ കെട്ടുകൾ അഴിക്ക് നീ പോ എന്ന് പറഞ്ഞ് നിന്നെ സ്വതന്ത്രയാക്കുന്ന ഈശോയുടെ സ്നേഹം മാത്രം കുഞ്ഞ് നീ തിരിച്ചറിഞ്ഞാൽ മതി. ഹി വിൽ നെവർ അബാൻഡൻ യു. ഈവൻ ഇഫ് ഹി ഹാസ് ഡിലേഡ്, ഹി വിൽ നോട്ട് ഡിനൈ യു. താമസിച്ചെങ്കിലും ഈശോ കുഞ്ഞെ നിന്നെ തിരസ്കരിക്കില്ല. ഒരു പ്രഭാതം വരും, ഈ കല്ലറയുടെ കല്ല് മാറും. ആരോ ഒരാൾ വന്നത് തള്ളി നീക്കും. ഈശോ തന്നെയാണ് നിന്നോട് പുറത്തോട്ട് വരാൻ പറയും, നിന്റെ കെട്ടുകൾ അഴിക്കും, പൊക്കോളാൻ പറയും. ഈശോയും കൂടെ വരും. ആ ഒരൊറ്റ ബോധ്യത്തിൽ നമുക്കിന്ന് രാത്രിയിൽ ശാന്തമായിട്ട് കടന്നുറങ്ങാം, നാളെ എഴുന്നേക്കാം. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, ഈ സങ്കടത്തിൽ നിന്ന്, ഈ ഇരുട്ടിൽ നിന്ന് വാ, കം ഔട്ട്. ഈശോ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഭർത്തായും മറിയത്തെ ലാസറിനെ പോലെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.